രാജ്യതലസ്ഥാനത്തെ ഞെട്ടിച്ച് ചെങ്കോട്ടയ്ക്ക് സമീപം വൻ സ്ഫോടനം 8 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വൈകിട്ട് 7 മണിയോടെ ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ ഗേറ്റ് നമ്പർ 1 സമീപം നിർത്തിയിട്ടിരുന്ന കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് വിവരം. മറ്റു വാഹനങ്ങളിലേക്കും തീ പടർന്നിട്ടുണ്ട്. ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വലിയ സ്ഫോടനമാണ് ഉണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. പ്രതികരണം കൂടി നമുക്ക് കണ്ടുവരാം. नहीं जी, हमको नहीं, हम ये देखे लपट देखा, अपने छत से देखा, तभी मैं नीचे उतर के आया कि जरा देखो कहाँ है क्या, और तो पता नहीं किसी तरह की कोई आवाज़ आपने सुनी? बम बहुत जोर आवाज़ आई, बिल्डिंग खिड़की हिल गई, खिड़की हिल गई। आपका घर कितना दूर है? ये रहा गुरुद्वारे के पास. വിശദാംശങ്ങൾ സുജിത് ചന്ദ്രൻ ശരത്ലാലും നൽകും. ഹർഷൻ, ഇതിപ്പോൾ സമീപകാലത്ത് നമ്മൾ കേൾക്കാത്ത എന്നാൽ ആശങ്കപ്പെടുന്ന ഒരു സംഗതിയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ശരത്തിലേക്ക് അവിടേക്ക് പോകുന്നതിന് മുമ്പ് സുജിത് ചന്ദ്രനിലേക്ക് പോയി വരാം. സുജിത്ത്, ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? വലിയ ആളപായം ഉണ്ടായിട്ടുണ്ടോ? പ്രാഥമികമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? സനീഷ്, ഹർഷൻ, തീർച്ചയായിട്ടും ഇതൊരു നമ്മൾ കരുതിയതിനപ്പുറം വലിയൊരു സ്ഫോടനമാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 8 പേരെങ്കിലും മരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. എന്നാൽ ട്വിറ്ററിലും മറ്റും എക്സിലും മറ്റും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ അതിപ്പോൾ സ്ഥിരീകരിക്കാവതല്ല എങ്കിൽ പോലും ശരീരഭാഗങ്ങൾ ചിതറിക്കിടക്കുന്ന ബീഭത്സ ദൃശ്യങ്ങളൊക്കെ അവിടെ നിന്ന് വന്നു തുടങ്ങുന്നുണ്ട്. വളരെ ഞെട്ടിപ്പിക്കുന്ന അസ്വസ്ഥതയുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. മരണസംഖ്യ 18 എന്നൊക്കെ അനൗദ്യോഗികമായി, അതായത് ഇത്തരം ഊഹാപോഹങ്ങൾ ഈ സമയത്ത് പ്രചരിപ്പിക്കാവതല്ല എങ്കിൽ പോലും അത്തരം ചില വാർത്തകളൊക്കെ നമുക്ക് സ്ഥിരീകരിക്കാനാവാത്ത സോഴ്സുകളിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ലാൽ കില, അതായത് ഈ മെട്രോ സ്റ്റേഷൻ്റെ, അതായത് റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷൻ്റെ 1ാമത്തെ ഗേറ്റിന് സമീപമാണ് ഈ സ്ഫോടനം ഉണ്ടായതെന്നാണ് പറയുന്നത്. അവിടെ തൊട്ടടുത്തുള്ള ഗൗരി ശങ്കർ ക്ഷേത്രത്തിന് സമീപമാണ് സ്ഫോടനം ഉണ്ടായതെന്നും ചില വാർത്തകൾ വരുന്നുണ്ട്. ആ വാർത്തയും ഇപ്പോൾ പൂർണ്ണമായും സ്ഥിരീകരിച്ച വാർത്തയല്ല. ആദ്യം ഒരു സ്ഫോടനമാണ് ഉണ്ടായത്. ഒരു എക്കോ വാൻ, ഒരു മാരുതി എക്കോ വാനാണ് ആദ്യം പൊട്ടിത്തെറിച്ചത് എന്ന് പറയുന്നത്. നിർത്തിയിട്ടിരിക്കുന്ന വാഹനമാണ് പൊട്ടിത്തെറിച്ചത്. അതിൽ നിന്ന് ചുറ്റുപാടുമുള്ള 3-4 വാഹനങ്ങളിലേക്ക് തീ പടരുകയായിരുന്നു. വളരെ വലിയ ഉഗ്രശേഷിയുള്ള സ്ഫോടനമാണ് നടന്നത്. വലിയ ശബ്ദമാണ് ഉണ്ടായതെന്ന് പ്രദേശവാസികൾ, ആ ചുറ്റുപാടും ഉണ്ടായിരുന്നവരൊക്കെ പറയുന്നു. അതിനുശേഷം വലിയ അഗ്നിബാധയുണ്ടായി. അതോടെ അഗ്നിരക്ഷാസേന സ്ഥലത്തേക്ക് കുതിക്കുകയായിരുന്നു. തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമായി. ചിതറിക്കിടന്ന ഈ ശരീരഭാഗങ്ങളും അതുപോലെ പരിക്കേറ്റവരുമൊക്കെ സമീപത്തുള്ള ആശുപത്രികളിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. എത്ര പേർക്ക് പരിക്കേറ്റു, എത്ര പേർ മരിച്ചു എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം ഔദ്യോഗികമായി പുറത്തു വരാത്തത് കൊണ്ടാണ് അത് കൃത്യമായി നമുക്ക് പറയാനാവാത്തതെങ്കിലും 8 പേർ മരിച്ചു എന്നാണ് പൊതുവെ സ്ഥിരീകരിക്കപ്പെടുന്ന വിവരം. പൊട്ടിത്തെറിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ മാരുതി എക്കോ വാനാണ്. അതീവ ജാഗ്രതാ നിർദ്ദേശം ഡൽഹിയിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ സംസ്ഥാന പോലീസ് മേധാവികൾക്കും ഇതേ നിർദ്ദേശം തന്നെ നൽകിയിട്ടുണ്ട്. കേരളത്തിലും ഇതേ നിർദ്ദേശം തന്നെ വന്നിട്ടുണ്ട്. ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ സമീപം ഈ പറയുന്നത് പോലെ സ്ഫോടനമുണ്ടാകുന്നു. ഇതിൻ്റെ ഒരു പരിസരം ഡൽഹിയിൽ ഉൾപ്പെടെ സ്ഫോടനത്തിന് സാധ്യതയുണ്ടെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. സ്ഫോടനത്തിന് പദ്ധതിയിട്ട പാക് ബന്ധമുള്ള ഭീകര സംഘം പിടിയിൽ എന്നുള്ള വാർത്ത ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഇന്നലെ രാത്രി പുറത്തേക്ക് വിട്ടു. അത് മാധ്യമ വാർത്തകളായിരുന്നു, ദേശീയ മാധ്യമങ്ങളുടെ ഒക്കെ പ്രധാന വാർത്തകൾ. നമ്മളും രാവിലെ മുതൽ തന്നെ കൊടുക്കുന്ന വാർത്തയാണ്. ഇതൊരു വൈറ്റ് കോളർ ശൃംഖല, ടെററിസ്റ്റ് ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ആ വാക്കാണ് ഉപയോഗിച്ചത്. 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി പിടിച്ചെടുത്തു എന്നാണ് ഈ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് പറയുന്നത്. ഡോക്ടർ എനിക്ക് തോന്നുന്നു ഹർഷൻ, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് അന്വേഷണത്തിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണ്. പ്രാഥമികമായിട്ടുള്ള ചില നിഗമനങ്ങളിലേക്ക് ഒരുപക്ഷെ എത്തിയിട്ടുണ്ടാകണം. ഇപ്പോൾ എന്തായാലും അങ്ങേയറ്റം പേടിപ്പെടുന്ന നമ്മുടെ നാട്ടിൽ ഒരു കാർ പൊട്ടിത്തെറിച്ചു എന്നാണ് ആദ്യം വാർത്ത വന്നത്. പക്ഷേ ഒരു മരണം എന്നുമാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ അങ്ങനെയല്ല, കൂടുതൽ വലുതാണ് ആ ദുരന്തം. 8 മരണം, സുജിത്ത് പറയുന്നത് ചിലയിടങ്ങളിലൊക്കെ 18 മരണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാണ്. പലയിടങ്ങളിലും ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു ശരത്ലാലിലേക്ക് കൂടെ ഒന്ന് പോയി വരാം. ശരത്ലാൽ, കൂടുതൽ വിവരങ്ങൾ അവിടെ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? ശരത്ത് നിൽക്കുന്നിടത്ത് നിന്ന്
ഈ സ്വാഭാവികമായിട്ട് വളരെ ഗൗരവത്തോടെ ആയിരിക്കുമല്ലോ കാര്യങ്ങൾ കാണുന്നുണ്ടാവുക, അന്വേഷണ സംഘവും മറ്റും. നേരത്തെ എനിക്ക് ഒന്നും കേൾക്കാനാകുന്നില്ല എന്ന്. സുജിത്ത്, ഇത് ഇന്നിപ്പോൾ രാവിലെ ചില ഭീകരവാദ സംഘടനകളുമായിട്ട് ബന്ധമുള്ള ആളുകളെ പിടിയിലായി എന്നൊക്കെ മറ്റുമൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ചും ദേശീയ മാധ്യമങ്ങളിലൊക്കെ. അത്തരം പരിശോധനകൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വാർത്ത വന്നിരിക്കുന്നത്. അതിൻ്റെ അത്തരം അന്വേഷണങ്ങളിലേക്ക് സുജിത്ത് നേരത്തെ പറഞ്ഞ പോലെ വലിയ ഊഹാപോഹങ്ങളിലേക്ക് നമുക്ക് പോകേണ്ട, പക്ഷേ എങ്കിലും ഗൗരവത്തോടെ കാണണമല്ലോ നിശ്ചയമായിട്ടും. നമ്മൾ ആദ്യഘട്ടത്തിൽ ചെങ്കോട്ടയ്ക്കടുത്ത് സ്ഫോടനം എന്ന് കേട്ടപ്പോൾ തന്നെ അതീവ ഗൗരവത്തോടെയാണ് നമ്മൾ ആ വാർത്തയെ നോക്കിയിരുന്നത്. പക്ഷേ അതിപ്പോൾ ആദ്യം ഒരു വാഹനം, ഇപ്പോൾ 8 പേർ മരിച്ചു എന്ന് പറയുന്നു, ഒരാൾ മരിച്ചു എന്ന് പറയുന്നത്, ഇത് കാര്യങ്ങൾ വലുതാവുകയാണെന്ന് തോന്നുന്നു അല്ലേ? ഏതായാലും നമ്മൾ ആദ്യം കരുതിയ ഒരു വ്യാപ്തിയേക്കാൾ വളരെ വലിയൊരു സ്ഫോടനമാണ്, ഉഗ്രസ്ഫോടനം തന്നെയാണ് ഉണ്ടായതെന്നാണ് ഇപ്പോൾ വിവരം. ഇപ്പോൾ സനീഷ് പറഞ്ഞ വിവരത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഉത്തർപ്രദേശ്, ഹരിയാന, ജമ്മു കാശ്മീർ ഈ 3 സംസ്ഥാനങ്ങളിലായി കഴിഞ്ഞ 3 ദിവസങ്ങളായി ആൻറ്റി ടെറർ സ്ക്വാഡിൻ്റെയും സൈന്യത്തിൻ്റെയും നേതൃത്വത്തിൽ വലിയ പരിശോധന നടന്നു വരികയായിരുന്നു എന്നാണ് സൈന്യം ഇന്നലെ വൈകുന്നേരം വെളിപ്പെടുത്തിയത്. ഇന്ന് ദേശീയ മാധ്യമങ്ങളിൽ അത് വാർത്തയായിരുന്നു, നമ്മുടെ മാധ്യമത്തിലും നമ്മുടെ ചാനലിലും രാവിലെ മുതൽ അത് തലക്കെട്ടായി നൽകുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് ഇങ്ങനെ ഒരു ഇന്ന് വൈകുന്നേരം ഇത്തരത്തിൽ അതിൻ്റെ ഒരുപക്ഷേ ചേർത്ത് വായിക്കുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരും കരുതിയതല്ല. ഇന്ത്യൻ സുരക്ഷാ സേനകൾ, വിവിധ സുരക്ഷാ സൈനിക വിഭാഗങ്ങൾ പ്രത്യേക ഓപ്പറേഷൻ ഇങ്ങനെ നടത്തി വരികയായിരുന്നു എന്നാണ് ആൻറ്റി ടെറർ സ്ക്വാഡ് പറയുന്നത്. പിടിയിലായി എന്ന് പറയുന്നവരുടെ അറസ്റ്റ് നടന്ന് 7 പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. പുറത്തു വന്ന വിവരങ്ങൾ ഏതാണ്ട് ഇങ്ങനെയാണ്. ഡോക്ടർമാർ, കോളേജ് അധ്യാപകർ ഉൾപ്പെടെ സമൂഹത്തിൽ ഉയർന്ന പദവികൾ വഹിക്കുന്നവരെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് ആൻറ്റി ടെറർ സ്ക്വാഡ് പറയുന്നു. ഇതൊക്കെ സൈന്യം പുറത്തേക്ക് തന്ന വിവരങ്ങളാണ്. ഭീകരവാദ പ്രവർത്തനം നടത്തുന്നുവെന്ന് സംശയിക്കാൻ ഒരു തരത്തിലും കഴിയാത്ത ആളുകളാണ് അറസ്റ്റിലായത്. വൈറ്റ് കോളർ മുഖം, ഭീകരവാദത്തിൻ്റെ വൈറ്റ് കോളർ മുഖമെന്നാണ് ഇതിനെ ഈ സൈന്യം ആൻറ്റി ടെറർ സ്ക്വാഡ് വിശേഷിപ്പിക്കുന്നത്. 3 ഡോക്ടർമാർ ഉൾപ്പെടെ 8 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ജമ്മു കശ്മീർ പോലീസ് ഈ വിവരങ്ങൾ ഇന്ന് രാവിലെ മുതൽ പുറത്തുവിടുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 3000 കിലോയോളം സ്ഫോടക വസ്തുക്കൾ പിടിയിലായി, അവരിൽ നിന്ന് കണ്ടെടുത്തു എന്ന് പറയുന്നു. അമോണിയം നൈട്രേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്, സൾഫർ എന്നിവയുടെ വൻ ശേഖരമാണ് പിടികൂടിയതെന്ന് പറയുന്നു. വെടിയുണ്ടകൾ, അതേപോലെ ചൈനീസ് സ്റ്റാർ പിസ്റ്റൾ, AK-47, ക്രിങ്കോവ് റൈഫിൾ, ചൈനീസ് നിർമ്മിത മറ്റ് തോക്കുകൾ, റിയാക്ടറുകൾ, ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ, ബാറ്ററികൾ, റിമോട്ട് കൺട്രോളുകൾ, ടൈമറുകൾ, മെറ്റൽ ഷീറ്റുകൾ എന്നിവയുടെയൊക്കെ വലിയ ശേഖരം പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. ആരിഫ് നിസാർ ദാർ എന്ന സാഹിൽ, യാസിർ ഉൾ ഷറഫ്, ശ്രീനഗറിലെ നൌഗാമിൽ നിന്നുള്ള മഖസൂർ അഹമ്മദ് ദാർ, ഷോപ്പിയാനിൽ നിന്നുള്ള മൗലവി ഇർഫാൻ അഹമ്മദ് എന്ന് തുടങ്ങിയ മുസ്ലിം പേരുകളുള്ള ആളുകളുടെ പേരുകളാണ് രാവിലെ പുറത്തുവിട്ടത്. അതിന് പിന്നാലെ ഇങ്ങനെയൊരു സ്ഫോടനം നടക്കുന്നു. ഇതൊക്കെ തമ്മിൽ ചേർത്ത് വായിക്കേണ്ടതാണോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാവതല്ല. പക്ഷേ താങ്കളിലേക്ക്